ഹായ് ഫ്രണ്ട്സ്, ടച്ച് ആൻഡ് ടച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് ഈ മുറ്റത്ത് മെറ്റൽ നിരത്തുന്നതാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ ഈ മുറ്റത്ത് കാണുന്ന 3/4 ഇഞ്ച് പഴയ മെറ്റലാണ്. കുറച്ച് ഭാഗത്തേ ഉള്ളൂ മെറ്റൽ. അത് ഇവിടെ എന്തോ ആവശ്യത്തിന് വേണ്ടി കൊണ്ടുവന്നപ്പോൾ അതിന് ബാലൻസ് വന്നത് ഇട്ടതാണ്. അപ്പോൾ ഇവിടെ മൊത്തം പോച്ച കയറി. ഇനി പോച്ചയും കയറരുത്, മുറ്റവും വൃത്തിയാവണം. നല്ലൊരു ഗാർഡൻ ഏരിയ ആണ് ഇവിടുത്തെ സാറ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇവിടുത്തെ വീഡിയോസ് ഫുള്ളായിട്ട് കണ്ടാൽ അത് മനസ്സിലാവും. നല്ലൊരു ഗാർഡൻ ഏരിയാസാണ് സാറ് സെറ്റ് ചെയ്ത് വെച്ചത്. പക്ഷേ അതിൽ മൊത്തം പോച്ച കയറി അത് വൃത്തികേടായി. അത് കയറാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യണം? അത് നമ്മളിനി ഉപയോഗിക്കാൻ പോകുന്നത് 1/2 ഇഞ്ചും അതുപോലെ 1/4 ഇഞ്ചിൻ്റെ മെറ്റലിൽ കിട്ടും. ഇപ്പോൾ ഇവിടെയൊക്കെ ഞങ്ങൾ വൃത്തിയാക്കിയതായിട്ടാണ്. നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് 1/2 ഇഞ്ചിൻ്റെ മെറ്റലാണ്. 1/2 ഇഞ്ചിൻ്റെ മെറ്റൽ നിരത്താനാണ്. അതും പോച്ച കയറാതിരിക്കാൻ പ്ലാസ്റ്റിക് നിരത്തി അതിൻ്റെ മണ്ടയിൽ മെറ്റൽ നിരത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ ഇവിടെയൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ സൈഡ് ഭാഗമാണ്, നോട്ടൊക്കെ ഉണ്ട്. ഇവിടം തൊട്ട് അങ്ങോട്ട് ഇവിടെ എല്ലാം പോച്ചയാണ്, മൊത്തത്തിൽ പോച്ചയാണ്. ഈ പോച്ചയെല്ലാം മാറ്റിയിട്ട് അതിൻ്റെ മണ്ടയിൽ കൂടെ പ്ലാസ്റ്റിക് വിരിച്ചിട്ട് വേണം എന്നെ ഇതിടാൻ. ഈ സൈഡ് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയും ഭാഗം കോൺക്രീറ്റഡ് ആണ്. നമ്മൾ ലോഡ് വന്നിട്ടുണ്ട്. അവിടെ ലോഡ് ഇറക്കിയേക്കുന്നത് അർബാനയ്ക്കകത്താണ് കുത്താൻ ഉദ്ദേശിക്കുന്നത്. കാരണം എന്നാലേ എളുപ്പം ഇത് തീരത്തുള്ളൂ. 1/2 ഇഞ്ച് മെറ്റലാണ് നമ്മൾ എടുത്തേക്കുന്നത്. കാരണം 1/4 ഇഞ്ച് ഇട്ട് കഴിഞ്ഞാൽ വെറും പൊടുതായിപ്പോവും. അതുകൊണ്ട് 1/2 ഇഞ്ചാണ് നമ്മൾ ഉപയോഗിക്കാൻ നോക്കുന്നത്. ഇവിടെ എല്ലാം ഞങ്ങളിപ്പം വൃത്തിയാക്കി. ഇനി ഇതിൻ്റെ അകത്ത് ഇനി പ്ലാസ്റ്റിക് ഇടണം. അവിടെ വൃത്തിയാക്കൽ ഒരു സൈഡിൽ നടക്കുന്നുമുണ്ട്. അപ്പോൾ ഇത് ഈ പ്ലാസ്റ്റിക് നിരത്തിയിട്ട് വേണം പ്ലാസ്റ്റിക്കിൻ്റെ മണ്ടയിൽ കൂടെ നമുക്ക് 1/2 ഇഞ്ച് മെറ്റൽ നിരത്താം. എന്നാലേ അത് കംഫർട്ടാവും. ഉണ്ട് ഇതേപോലെ റെഡിമെയ്ഡ് പ്ലാസ്റ്റിക് മേടിച്ച് ലെയറായിട്ട് ഇട്ടിട്ട് വേണം, വലിച്ചു പിടിച്ചിട്ടിട്ട് വേണം അതിൻ്റെ മണ്ടയിൽ നമുക്ക് മെറ്റൽ നിരത്താൻ. ഇവിടെ എല്ലാം പ്ലാസ്റ്റിക് പിടിച്ച് സൈഡെല്ലാം കവർ ചെയ്ത്. ഇനി ഈ സൈഡിൽ കൂടെ ഒന്നും പോച്ച കളിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ സൈഡ് കവർ ചെയ്ത് പ്ലാസ്റ്റിക് ഇടുന്നത്. പ്ലാസ്റ്റിക് ഇടുന്നതായിരിക്കും ഉചിതം. പ്ലാസ്റ്റിക് ഇട്ടിട്ട് വേണം ഈ മെറ്റൽ ഇടാൻ തന്നെ. അല്ലെങ്കിൽ കനം കുറച്ച് ഇടുകയാണെന്നുണ്ടെങ്കിൽ പോച്ച കളിക്കും. ഇത് പഴയ മെറ്റലാണ്. അവിടെ ഫ്രണ്ടിൽ കണ്ടതാണ് നമ്മൾ വാരി കൊണ്ടുവന്ന് ഈ ബാക്ക് സൈഡ് നമ്മൾ നിരത്തിയേക്കുന്നത്. ഇത്രയും കംപ്ലീറ്റഡായി. ബാക്ക് സൈഡിൽ കിടന്ന 3/4 ഇഞ്ച് പഴയ മെറ്റൽസാണ് നമ്മൾ ഇത്രയും ഈ ബാക്ക് സൈഡിലോട്ട് വാരി മാറ്റിയത്. കാരണം ഫ്രണ്ട് സൈഡെല്ലാം നമുക്ക് പുതിയ മെറ്റൽ നിരത്തണം. 1/2 ഇഞ്ച് മെറ്റൽ നമുക്ക് നിരത്തണം. ഇത് 3/4 ഇഞ്ച് മെറ്റലാണ്. വേറെ എന്തെങ്കിലും ആവശ്യം വന്നാലും നമുക്കിത് കോരി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ പഴയ 3/4 ഇഞ്ച് മെറ്റൽ ഇവിടെ നമ്മൾ നിരത്തിയേക്കുന്നത്. ഇനി ഇവിടുന്നും അത്രയും ഭാഗവും പഴയ മെറ്റൽ തന്നെയാണ്. കാരണം കുറേ മെറ്റൽസ് ഉണ്ടായിരുന്നു. അത് പലതും പല സൈഡിലായിട്ട് ഒതുങ്ങിക്കൂടി കിടക്കുമായിരുന്നു. ഞങ്ങൾ പിന്നെ അതെല്ലാം വലിച്ചു കൂട്ടി ഇട്ടിട്ടാണ് അർബാനയ്ക്ക് കുത്തുന്നത്. ഈ സൈഡെല്ലാം നമ്മൾ പഴയ മെറ്റലാണ്, 3/4 ഇഞ്ച് മെറ്റലാണ് ഉപയോഗിക്കുന്നത്. ഇനി ഈ ഫ്രണ്ടേജ് ഫുള്ളും നമ്മൾ പ്ലാസ്റ്റിക് വിരിച്ചിട്ടുണ്ട്. കാരണം ഇവിടെ എല്ലാം നേരത്തെ പോച്ചയായിരുന്നു. ഈ സൈഡ് ഫുള്ളും ഗാർഡൻ ഏരിയ ആയതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ പ്ലാസ്റ്റിക് വിരിച്ചിട്ട് 1/2 ഇഞ്ച് മെറ്റൽ 1/2 ഇഞ്ച് മെറ്റലാണ് കുത്തുന്നത്. 1/2 ഇഞ്ച് മെറ്റൽ ഇച്ചിരി ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. കനത്തിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ. കാരണം അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡ് ഗ്യാപ്പിൽ കൂടെയൊക്കെ പോച്ച കയറാൻ സാധ്യതയുണ്ട്. ചെറിയൊരു ഏരിയ കയറി വരുന്ന ഏരിയ ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്ത ഭാഗമാണ് ഇത്രയും ഭാഗം. ഇതേ കനത്തിലാണ് നമ്മൾ ഇട്ടേക്കുന്നത്. ഇതേപോലെ പ്ലാസ്റ്റിക് വിരിച്ചിട്ട് വേണം ആരായാലും ചെയ്യാൻ. ഇല്ലെന്നുണ്ടെങ്കിൽ പോച്ച കിളിക്കാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ വൃത്തികേടാവാനും അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി വൃത്തികേടാവാനും സാധ്യതയുണ്ട്. ഈ ഏരിയ അങ്ങോട്ട് കാണുന്ന ഫുള്ളും നമ്മൾ മെറ്റൽ നിരത്താനുള്ള ഭാഗവും ഇപ്പോൾ ഇത് മെറ്റൽ നിരത്തിയ ഭാഗമാണ്. ഈ കാണുന്നതെല്ലാം മെറ്റൽ നിരത്തി ഞങ്ങൾ ചെടികൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഭാഗമാണ് ഇതെല്ലാം. ഇവിടെ എല്ലാം ഞങ്ങൾ നിരത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചെടികൾ സെറ്റ് ചെയ്തും വെച്ചിട്ടുണ്ട്. ഇത് ഫുള്ളും ഗാർഡൻ ഏരിയ ആണ്. ഇവിടെ തന്നെയാണ് ഗാർഡൻ ഏരിയ മൊത്തം ഞങ്ങൾ കവർ ചെയ്തു ഇതെല്ലാം പ്ലാസ്റ്റിക് ഇട്ട് പുതിയ മെറ്റൽ 1/2 ഇഞ്ച് മെറ്റൽ നിരത്തിയേക്കുവാണ്. ബെറ്റർ 1/2 ഇഞ്ച് മെറ്റലാണ്. 1/4 ഇഞ്ച് മെറ്റൽ നിരത്താൻ നിൽക്കരുത്. കാരണം 1/4 ഇഞ്ച് മെറ്റൽ നിരത്താൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ കുറേ ആവശ്യമായിട്ട് വരും. അതുമല്ല അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനും ചാൻസ് ഉണ്ട്. അതിനെക്കാട്ടും നല്ലത് 1/2 ഇഞ്ച് മെറ്റലാണ്. ഞങ്ങൾ ഈ സൈഡെല്ലാം ഇപ്പോൾ 1/2 ഇഞ്ച് മെറ്റലാണ് ഫില്ല് ചെയ്തേക്കുന്നത്. അത് എത്ര കണ്ടാൽ തന്നെ അറിയാം എത്ര മനോഹരമായിട്ടാണ് കിടക്കുന്നതെന്ന്. അപ്പോൾ ഈ വെള്ളം ഭൂമിയിലോട്ട് പിടിക്കാനും ഇത് നല്ലൊരു കാരണം തന്നെയാണ്. കാരണം വെള്ളം അങ്ങനെ വേസ്റ്റായി ഒന്നും പോകുന്നില്ല. മഴ പെയ്ത വെള്ളമെല്ലാം ഭൂമിയിലോട്ട് തന്നെ ഇറങ്ങുകയും ചെയ്യും. കാരണം ഈ മെറ്റൽ പ്ലാസ്റ്റിക്കിൻ്റെ മണ്ടയിൽ കിടന്ന് പ്ലാസ്റ്റിക്കിനെ കിഴുത്ത വീഴുമ്പോൾ ഈ വീഴുന്ന വെള്ളമെല്ലാം ഭൂമിയിലോട്ട് തന്നെ പോകത്തുള്ളൂ. അല്ലാതെ വേറെ എങ്ങും പോകാൻ ചാൻസ് ഇല്ല. ഇവിടെ എല്ലാം ഞങ്ങൾ സെറ്റ് ചെയ്ത ഏരിയ ആണ് ഇതെല്ലാം കാണുന്നത്. ഈ ഗാർഡൻ ഏരിയ ഫുള്ളും ഞങ്ങളിപ്പോൾ നിരത്തി അടുത്ത ലെയർ ഒന്ന് ചെയ്യുകയാണിത്.